ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയമായി മാലിന്യ സംസ്കരണം കണ്ടെത്തിയ 2 ക്വാർട്ടേഴ്സുകൾക്ക് പിഴ ചുമത്തി. 10,000 രൂപ വീതമാണ് പിഴ ചുമത്തിയത്. മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള സൗകര്യമൊരുക്കാനും ക്വാർട്ടേഴ്സ് ഉടമകൾക്ക് നിർദ്ദേശം നൽകി. കുറുമാത്തൂരിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന നിസാർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിൽ നിന്നുള്ള മലിനജലം റോഡിന് സമീപത്തേക്ക് ഒഴുക്കിവിടുന്നതായും കുളിമുറിയിൽ നിന്നുള്ള മലിനജലം സമീപത്തെ തുറന്നിട്ട കുഴിയിലേക്ക് ഒഴുക്കിവിടുന്നതായും ജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ ക്വാർട്ടേഴ്സിന്റെ പരിസരങ്ങളിൽ പലയിടങ്ങളിലായി വലിച്ചെറിഞ്ഞതിനുമാണ് 10,000 രൂപ പിഴ ചുമത്തിയത്. ഈ ക്വാർട്ടേഴ്സിനു സമീപത്തായി തന്നെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കെ പത്മനാഭൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിൽ ജൈവ മാലിന്യങ്ങൾ കാലങ്ങളായി 1-ാം നിലയുടെ സൺഷെയ്ഡിൽ കൂട്ടിയിട്ടതിനും പരിസരങ്ങളിൽ മദ്യക്കുപ്പികളടക്കമുള്ളവ വലിച്ചെറിഞ്ഞതിനും ക്വാർട്ടേഴ്സിന്റെ പരിസരം വൃത്തിയായി സൂക്ഷിക്കാത്തതിനുമായി സ്ക്വാഡ് 10,000 രൂപ പിഴ ചുമത്തി. ക്വാർട്ടേഴ്സിൽ ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി നൽകിയിട്ടില്ലെന്നും സ്ക്വാഡ് കണ്ടെത്തി. മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും ശാസ്ത്രീയമായി സംസ്കരിക്കാനുമുള്ള സൗകര്യമൊരുക്കാനും ക്വാർട്ടേഴ്സ് ഉടമകൾക്ക് നിർദ്ദേശം നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ പി അഷറഫിന്റെ നേതൃത്വത്തിൽ സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി, CK ദിബിൻ, കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ T രമ്യ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.